തിരുസഭ ഇന്ന് പ്രധാന മാലാഖമാരായ വിശുദ്ധ മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ മാലാഖമാരുടെ തിരുനാൾ ആഘോഷിക്കുന്നു. വെളിപാട് പുസ്തകത്തിൽ വിശുദ്ധ മിഖായേൽ മാലാഖയെക്കുറിച്ചും ലൂക്കാ സുവിശേഷത്തിൽ വിശുദ്ധ ഗബ്രിയേലിനെ കുറിച്ചും തോബിത്തിന്റെ പുസ്തകത്തിൽ വിശുദ്ധ റഫായേലിനെ കുറിച്ചും പ്രതിപാദിക്കുന്നു. വെളിപാട് 12-ാം അധ്യായം 7-8 തിരുവചനങ്ങൾ വിശുദ്ധ മിഖായേൽ മാലാഖയെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു. അനന്തരം സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവന്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. അതിനാൽ മിഖായേൽ മാലാഖ സഭാ സംരക്ഷകനാണ്. പൈശാചിക ആക്രമണങ്ങളിൽ മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന എത്രയും ഫലവത്താണ്. മിഖായേൽ എന്ന വാക്കിനർത്ഥം ദൈവത്തെ പോലെ ആരുണ്ടെന്നാണ്. ലൂക്ക 1-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ വിശുദ്ധ ഗബ്രിയേലിനെ കുറിച്ച് പറയുന്നു. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. ഗബ്രിയേൽ എന്ന പദത്തിനർത്ഥം ദൈവത്തിന്റെ ശക്തൻ എന്നാണ്. രക്ഷകന്റെ ജനനകാലം, സ്നാപകന്റെ ജനനം എന്നിവ ദാനിയേൽ പ്രവാചകന് വിവരിച്ചു കൊടുക്കുന്നതും രക്ഷകന്റെ അവതാരം മറിയത്തെ മുൻകൂട്ടി അറിയിക്കുന്നതും ക്രിസ്തീയ പാരമ്പര്യമനുസരിച്ച് വിശുദ്ധ ഔസേപിതാവിന്റെ സംശയങ്ങൾക്ക് നിവാരണം നൽകിയതും ഗെസ്തമെനിയിൽ കർത്താവിനെ ആശ്വസിപ്പിച്ചതും ഗബ്രിയേൽ മാലാഖയാണ്. തോബിത്ത് 12-ാം അധ്യായം 15-ാം തിരുവചനം വിശുദ്ധ റഫായേൽ മാലാഖയെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു. ഞാൻ റഫായേലാണ്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവന്റെ മഹത്വത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന 7 വിശുദ്ധ ദൂതന്മാരിൽ ഒരുവൻ. ദൈവം സുഖപ്പെടുത്തി എന്നാണ് റഫായേൽ എന്ന വാക്കിനർത്ഥം. ഗബായേലിന് തോബിത്ത് കടം കൊടുത്തിരുന്ന സംഖ്യ വാങ്ങിക്കാൻ മകൻ തോബിയാസിനെ അയച്ചപ്പോൾ സഹയാത്രികനായി ദൈവം അയച്ചു കൊടുത്ത മാലാഖ റഫായേലാണ്. ഇടയ്ക്കിടെ ബെസ്തൈദ കുളത്തിലിറങ്ങി രോഗികളെ സുഖപ്പെടുത്തിയിരുന്നതും റഫായേലാണെന്നാണ് പാരമ്പര്യം പറയുന്നത്. പരിശുദ്ധ മാലാഖമാർ നമ്മുടെ മിത്രങ്ങളായിരിക്കട്ടെ. നമ്മൾ എത്ര ദുർബലരും ദുഃഖിതരുമാണെങ്കിലും, എത്ര മഹാവിപത്തുകളാണ് നമ്മെ വലയം ചെയ്യുന്നതെങ്കിലും, ഈ ദൃശ്യരക്ഷാകർത്താക്കളുടെ സംരക്ഷണയിൽ നമ്മളൊട്ടും ഭയപ്പെടേണ്ടതില്ല. അതിനാൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മാലാഖമാരുടെ സംരക്ഷണത്തിന് നമുക്ക് നന്ദി പറയാം. തുടർന്ന് എല്ലാവർക്കും മാലാഖമാരുടെ സംരക്ഷണം ലഭിക്കുന്നതിനും തെറ്റിലകപ്പെടാതെ ജീവിക്കുന്നതിനും വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. മുഖ്യദൂതാ മിഖായേലേ, യുദ്ധം ചെയ്തിടണേ. സാത്താൻ കോട്ടകൾ തകർത്തിടുവാനായി പൊരുതണമേ എന്നും. മുഖ്യദൂതാ മിഖായേലേ, യുദ്ധം ചെയ്തിടണേ. സാത്താൻ കോട്ടകൾ തകർത്തിടുവാനായി പൊരുതണമേ. കാവൽ മാലാഖേ, ഉണർന്നെഴുന്നേൽക്കൂ. സംരക്ഷണത്തിൻ കോട്ടകൾ തീർത്ത് കാവൽ നിൽക്കണമേ. എന്റെ കാവൽ മാലാഖേ, ഉണർന്നെഴുന്നേൽക്കൂ. സംരക്ഷണത്തിൻ കോട്ടകൾ തീർത്ത് കാവൽ നിൽക്കണമേ. കാവൽ നിൽക്കണമേ. കണ്ണിറുക്കും ദൈവവേലകൾ നൽകിയിടണമേ നാഥ. വിടുതൽ നൽകും ശുശ്രൂഷകളെ നൽകിയിടണമേ ഈശോ.